ഗുഡ് മോർണിംഗ് കിഡ്സ്. അപ്പം നമ്മൾ ഇംഗ്ലീഷിലെ ആക്ടിവിറ്റീസാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ആക്ടിവിറ്റീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ആദ്യത്തെ 7 ആക്ടിവിറ്റീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി അതിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇനി കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആക്ടിവിറ്റി 8 നമുക്കിനി നോക്കാം അല്ലേ. ആക്ടിവിറ്റി 8. വെൻ ചെസ്റ്റർ ആൻഡ് ഹിസ് മദർ റീച്ച് സ്കൂൾ ദേ ഹാപ്പൻ ടു സീ എ നോട്ടീസ് ബോർഡ്. ലെറ്റ്സ് റീഡ് ദ നോട്ടീസ്. അപ്പോൾ എന്താ പറഞ്ഞത്? അങ്ങനെ ചെസ്റ്ററും അവൻ്റെ അമ്മയും കൂടെ സ്കൂളിലെത്തിയപ്പോൾ അവരെന്താ കണ്ടത്? ദേ ഹാപ്പൻ ടു സീ എ നോട്ടീസ് ബോർഡ്. ഒരു നോട്ടീസ് ബോർഡ് അവർ കാണാനിടയായി. അപ്പോൾ എന്താണ്? ലെറ്റ്സ് റീഡ് ദ നോട്ടീസ്. നമുക്ക് ആ നോട്ടീസ് എന്താണെന്ന് വായിച്ചു നോക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ നോട്ടീസ് ബോർഡിൽ എന്താണ് എഴുതിയിട്ടുള്ളത്? നോട്ടീസ് ബോർഡിൽ നിന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ 2 കാര്യങ്ങളുണ്ട് അല്ലേ. നമ്മളൊരു ഗുഡൻ തമ്പലിൻ്റെ ചിത്രമുണ്ട്, അപ്പുറത്ത് ഡിസഗ്രി ഉണ്ട്. അപ്പോൾ എന്താണ് അത്? ഡസ് ആൻഡ് ഡസിൻ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഗ്രീൻ സിഗ്നലിൻ്റെ ചോട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഓരോ കുട്ടികളും സ്റ്റുഡൻസ് ആർ ടു ഡു, അവരെല്ലാവരും ചെയ്യേണ്ട കാര്യങ്ങളാണ് താഴെ വരിക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് എന്താണ്? ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ഇതാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കൂ. അറ്റൻഡ് ദ ക്ലാസ് റെഗുലർലി പറഞ്ഞാൽ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് തന്നെ എല്ലാവരും ഹാജരാവണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ നെക്സ്റ്റ്, ഫോളോ യുവർ ടീച്ചേഴ്സ് ഇൻസ്ട്രക്ഷൻ. ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കണം. അത് നമ്മളെല്ലാവരും അനുസരിക്കുന്ന കുട്ടികളാണ് അല്ലേ. അപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ റൂൾസാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, കംപ്ലീറ്റ് ദ അസൈൻമെൻറ്റ് ഇൻ ടൈം. അപ്പം നമ്മൾ കൃത്യസമയത്തിൽ തന്നെ നമുക്ക് ചെയ്യാനുള്ള അസൈൻമെൻറ്റൊക്കെ കംപ്ലീറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ നെക്സ്റ്റ് വൺ, റീച്ച് ദ സ്കൂൾ ഇൻ ടൈം. അപ്പോൾ എന്താണ്? സമയത്ത് തന്നെ സ്കൂളിൽ എവറി സ്റ്റുഡൻസ് എല്ലാവരും എത്തിച്ചേരണം എന്നുള്ള ഒരു കാര്യമാണ് അവിടെ കൊടുത്തത്. നെക്സ്റ്റ് വൺ, കീപ് ദ സ്കൂൾ ക്ലീൻ. അപ്പോൾ എന്താണ്? കീപ് ദ സ്കൂൾ, നമ്മുടെ സ്കൂൾ എന്ത് ചെയ്യണം? ക്ലീൻ ആയിരിക്കണം. ഇതാണ് കുട്ടികൾ എപ്പോഴും നമ്മൾ അനുസരിക്കേണ്ട കാര്യങ്ങളാണ് അവിടെ ചെയ്തുകൊണ്ടു എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളാണ് കൊടുത്തത്. ഇനി നെക്സ്റ്റ് വൺ അപ്പുറത്ത് നോക്കൂ. ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ഡോണ്ട് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. ഡോണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? ചെയ്യരുത്. ദെൻ ഫസ്റ്റ് വൺ ഏതാണ് ആദ്യത്തെ? ഡോണ്ട് സ്കിപ്പ് ദ മോർണിംഗ് അസംബ്ലി. രാവിലത്തെ നേരത്തെ വരുന്ന അസംബ്ലി ആരും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ അസംബ്ലിയുടെ ടൈം ആകുമ്പോഴേക്ക് എല്ലാവരും സ്കൂളിൽ എത്തിച്ചേരണം. ഡോണ്ട് ബ്രിങ് മൊബൈൽ ഫോൺസ്. സ്കൂളിൽ ആരും മൊബൈൽ ഫോണ് കൊണ്ടുവരരുത്, അത് അവിടെ അലൗഡ് അല്ല. നെക്സ്റ്റ്, ഡോണ്ട് യൂസ് അബ്യൂസീവ് ലാംഗ്വേജ്. അപ്പം നമ്മൾ ഈ ചീത്ത ലാംഗ്വേജുകളൊന്നും, അങ്ങനെ മോശപ്പെട്ട ലാംഗ്വേജുകളൊന്നും ഉപയോഗിക്കരുത്. നല്ല കാര്യങ്ങൾ നല്ല തന്നെ ഉപയോഗിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദ നെക്സ്റ്റ് വൺ, ഡോണ്ട് ഡാമേജ് സ്കൂൾ പ്രോപ്പർട്ടി. സ്കൂളിലെ പ്രോപ്പർട്ടീസ് ഒന്നും നമ്മൾ കേടുവരുത്തരുത്. സ്കൂളിലെ പ്രോപ്പർട്ടീസ് നല്ല സൂക്ഷിച്ച് ഉപയോഗിക്കണം, അതുപോലെ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ലാസ്റ്റ് വൺ, അങ്ങനെ അവസാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഡോണ്ട് ലിറ്റർ ദ സ്കൂൾ പ്രിമിസസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അതിൽ സ്കൂളിൽ പറഞ്ഞ കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ. ഇങ്ങനെ ഒരു നോട്ടീസ് ബോർഡ് സ്കൂളിൽ അവർ വായിച്ച നോട്ടീസ് ബോർഡാണ് തന്നിട്ടുള്ളത്. ഇനിയാണ് നമുക്ക് ചെയ്യാനുള്ള വർക്ക്. അപ്പോൾ നമ്മൾ മുകളിൽ കൊടുത്തുള്ള ഒരു സ്കൂളിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ള വർക്കാണ്. എന്താണ് വർക്ക്? ഇമാജിൻ വൺ ഓഫ് യുവർ ടീച്ചർ ഈസ് ഓൺ ലീവ്. അപ്പോൾ നിങ്ങളുടെ ഒരു ടീച്ചർ ലീവാണെന്ന് വയ്ക്കുക. റൈറ്റ് ഡൗൺ ദ ഡസ് ആൻഡ് ഡോണ്ട് ടു ബി റിസർവ്ഡ് ഇൻ യുവർ ക്ലാസ് ഇൻ ദ ആബ്സെൻസ് ഓഫ് ദ ടീച്ചർ. അപ്പോൾ ആ ടീച്ചറിൻ്റെ ആബ്സെൻസിൽ നിങ്ങളുടെ എന്തൊക്കെയാണ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഡോൺസ് ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് എഴുതേണ്ടത്. അപ്പോൾ നമുക്കതിൽ ഒരു കൊടുത്തിട്ടുണ്ടല്ലേ, 2 കോളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യത്തിൽ ഡോസ് എടുത്തിട്ട് എന്തൊക്കെ ചെയ്യേണ്ടത് എന്ന് കൊടുക്കാനുള്ള ഒരു എക്സാമ്പിൾ അവിടെ തന്നിട്ടുണ്ട്. പിന്നെ അപ്പുറത്താണെങ്കിലോ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്കറിയാമല്ലേ, സാധാരണ ടീച്ചേഴ്സ് ഇല്ലെങ്കിൽ, ക്ലാസ്സിൽ ആരും വന്നില്ലെങ്കിൽ ക്ലാസ് ടീച്ചർക്ക് കുറച്ച് വർക്കും കാര്യങ്ങളും എന്തൊക്കെ നമ്മൾ ക്ലാസ്സിൽ കാര്യങ്ങൾ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നൊക്കെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമനുസരിച്ച് ഓരോ വർക്കുകളെല്ലാം എന്തൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ അവിടെ ആഡ് ചെയ്യാം, അതുപോലെ ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ആഡ് ചെയ്യാം. പിന്നെ ഏതെങ്കിലും കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കിവിടെ നോക്കാം. അപ്പോൾ ഫസ്റ്റ് എന്താ കൊടുത്തിട്ടുള്ളത്? എൻഗേജ് ഇൻ ക്രിയേറ്റീവ് ആക്ടിവിറ്റീസ്. ക്രിയേറ്റീവായ ആക്ടിവിറ്റീസുകളിൽ നമ്മൾ
എൻഗേജ് ചെയ്യുക, അത് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ നമ്മൾ കളറിങ് കൊടുക്കും, അതുപോലെ പല കുട്ടികൾക്കും പല കാര്യങ്ങളും അല്ലേ, ക്രിയേറ്റീവായിട്ടുള്ള എന്തെങ്കിലും ആർട്ട് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാം. പിന്നെ ടീച്ചേഴ്സൊന്നും ഇല്ലാത്ത സമയത്ത് ചെയ്യാതിരിക്കേണ്ട ഒരു കാര്യം എന്താണ്, ഡോണ്ട് ഡിസ്റ്റർബ് അതർ ക്ലാസ്സസ്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത ക്ലാസ്സിലൊക്കെ ടീച്ചേഴ്സ് അവിടെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് ഡിസ്റ്റർബ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മളൊന്നും ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ. ഇനി വേറെ നമുക്ക് കുറച്ചും കൂടെ നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യേണ്ട കുറച്ച് 4 കാര്യങ്ങൾ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് യുവർ നോട്ട്സ്, അപ്പോൾ നമ്മൾ എഴുതാനുള്ള കംപ്ലീറ്റ് ചെയ്യാനുള്ള നോട്ട്സുകൾ കംപ്ലീറ്റ് ചെയ്യുക. ഹെൽപ്പ് ഫ്രണ്ട്സ് ഇൻ സ്റ്റഡി, അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് എന്താണ് പഠിക്കാൻ സഹായിക്കാം. അതുപോലെ കീപ് ദ ക്ലാസ് റൂം നീറ്റ്, ഇപ്പോൾ ക്ലാസ് റൂമൊക്കെ വൃത്തിയായി സൂക്ഷിക്കുക. റീഡ് യുവർ ടെക്സ്റ്റ് ബുക്ക്, അതുപോലെ ടെക്സ്റ്റ് ബുക്കൊക്കെ വായിക്കാം. ഇതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഡിക്ഷണറിയിൽ നമ്മൾ എഴുതേണ്ട കുറച്ച് കാര്യങ്ങൾ. ഇനി നമുക്ക് ഡോണ്ട് എന്നതിൽ വരുന്ന 4 കാര്യങ്ങൾ നോക്കാം. ഡോണ്ട് പ്ലേ ഇൻ ദ ക്ലാസ്, അപ്പോൾ ക്ലാസ്സിൽ കളിക്കാതിരിക്കുക. ഡോണ്ട് ഡാമേജ് സ്കൂൾ പ്രോപ്പർട്ടീസ്, അപ്പോൾ സ്കൂളത്തെ സാധനങ്ങളൊന്നും നശിപ്പിക്കാണ്ടിരിക്കുക. അതുപോലെ ഡോണ്ട് ടോക്ക് ലൗഡ്ലി, അതായത് ഉറക്കെ സംസാരിക്കാതിരിക്കുക. ഡോണ്ട് ലീവ് ദ ക്ലാസ് വിതൗട്ട് പെർമിഷൻ, അപ്പോൾ പെർമിഷൻ ഇല്ലാതെ ഒന്നും ക്ലാസ്സിൽ നിന്ന് പുറത്ത് പോകരുത്. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റി 9 എന്താണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് നോട്ട് ദ വേർഡ് അണ്ടർലൈൻ. അപ്പോൾ നമ്മൾ താഴെയുള്ള ഇത് വായിച്ചിട്ട് സെൻറ്റൻസ് വായിച്ചിട്ട് അതിൻ്റെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വേർഡ്സിനെ ഒന്ന് ശ്രദ്ധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനൊരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് എന്താണ്, ഫസ്റ്റ് സെൻറ്റൻസ് നോക്കൂ. ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. ഐ വോണ്ട് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്, എനിക്ക് ആരെ കൂടെ കളിക്കണം, ഐ വോണ്ട് ടു പ്ലേ, എനിക്ക് കളിക്കണം വിത്ത് മൈ ഫ്രണ്ട്സ്, എനിക്ക് എൻ്റെ കൂട്ടുകാരെ കൂടെ കളിക്കണം. അപ്പോൾ വിത്ത് എന്താണ്, നമ്മൾ കൂടെ എന്നൊക്കെ വരുന്ന ഒരു മീനിങ് ആണ് വരുന്നത്. അപ്പോൾ വിത്താണ് അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ജോയിൻ ചെയ്യുന്ന അങ്ങനത്തെ ഇതിലൊക്കെയാണ് നമ്മൾ വിത്ത് യൂസ് ചെയ്യുക. ദ നെക്സ്റ്റ് സെൻറ്റൻസ്, ഐ വോണ്ട് ടു സ്വിങ് ഓൺ ദ സ്വിങ്, അപ്പോൾ എനിക്ക് ഒരു ഊഞ്ഞാലിൽ, നമ്മൾ ഊഞ്ഞാൽ ആടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്, സ്വിങ്ങിൽ ഊഞ്ഞാൽ ആടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്താ കൊടുത്തിട്ടുള്ളത്, അതിൻ്റെ മുകളിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ കൊടുത്തിട്ടുള്ള അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത് ഓണാണ്. അപ്പോൾ എന്ത് സാധനത്തിൻ്റെ മുകളിൽ, നമ്മൾ ടേബിളിൻ്റെ മുകളിൽ അതുപോലെ എന്തിൻ്റെ മുകളിലാണെങ്കിൽ നിൽക്കുന്ന വെച്ചാൽ ഓണാണ് നമ്മൾ കൊടുക്കേണ്ടത്. ആ ഒരു പ്രിപ്പോസിഷനാണ് അവിടെ വരുന്നത്. ആ ഒരു വാക്ക് ശ്രദ്ധിക്കുക, ഒരു വേർഡ് ശ്രദ്ധിക്കുക. ഓക്കെ, തന്നെ 1, ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ. ഐ ഡോണ്ട് വാണ്ട് ടു ഗോ ടു സ്കൂൾ, എനിക്ക് സ്കൂളിലേക്ക് പോകണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ്, ഒരു സ്ഥലത്ത്, ഇന്നൊരു സ്ഥലത്തിലേക്ക് നമ്മൾ എവിടേക്കാണ് ഉദ്ദേശിക്കുന്നത് അവിടേക്കുള്ളതിന് നമ്മളൊരു അഡ്രസ് ചെയ്യുന്നത് അവിടെ ടു ആണ്. ടു എന്തിലേക്ക്, ടു നമ്മൾ എന്തെങ്കിലും ടൗണിലേക്ക്, അതുപോലെ ഹോസ്പിറ്റലിലേക്ക്, അങ്ങനെ എവിടെയെങ്കിലും ഒരു സ്ഥലത്തിലേക്ക്, പ്രത്യേക ഏരിയയിലേക്കാണ് നമ്മൾ സാധാരണ ടു ആണ് യൂസ് ചെയ്യുക. ഇനി ലാസ്റ്റ് 1, ജസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ്. അപ്പോൾ എന്താണ്, ജസ്റ്റർ എന്താ ചെയ്തത്, അമ്മയുടെ കയ്യിലാണ് അല്ലേ, റഷ് ഫ്രം ഹിസ് ഹാൻഡ്. അപ്പോൾ ലാസ്റ്റ് 1 എന്താണ്, ജസ്റ്ററിന് അമ്മ കിസ് കൊടുക്കുന്നുണ്ട്. ജസ്റ്ററിന് എന്ത് ഫീൽ ചെയ്തു, ഫ്രം ഹിസ് ഹാൻഡിലാണ് എന്നാണ് തോന്നിയതില്ല. അപ്പോൾ എന്താണ്, ഈ വാക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രം നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളിൽ, അതിൽ പൊതുവേ നമ്മൾ പല സ്ഥലങ്ങളിൽ ഫ്രം നമ്മൾ എവിടെ നിന്ന് വരുന്നു, ഇന്ന സ്ഥലത്ത് നിന്ന്, നമുക്ക് അവിടെ നിന്നാണല്ലേ സാൻഡ്, അവൻ്റെ ലാൻഡിലാണ് ഫീൽ ചെയ്തത്. അതുപോലെ എവിടെ നിന്നാണ് നമ്മൾ സാധാരണ നമ്മൾ എവിടെ നിന്ന് വരുന്നു, അങ്ങനെയൊക്കെ നമ്മളിപ്പോൾ സ്കൂൾ വിട്ട് വരികയും ചെയ്യും. എവിടെ നിന്ന് വരുന്ന വെച്ചാൽ ഫ്രം സ്കൂളിൽ നിന്നാണ്, അതുപോലെ അങ്ങനെയൊക്കെയാണ് ഈ ഉപയോഗിക്കുക. ഇനി നമുക്ക് ഇതുപോലുള്ളൊരു കുഞ്ഞു വർക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് കൊടുത്തിട്ടുള്ളത്, പിക്ക് ഔട്ട് ദ സിമിലർ സെൻറ്റൻസസ് ഫ്രം ദ സ്റ്റോറി ആൻഡ് റൈറ്റ് ദം ഡൗൺ ബിലോ. അപ്പോൾ എന്താ, നമ്മൾ സ്റ്റോറിയിൽ നിന്ന് ഇതുപോലെയുള്ള വേർഡ്സ് വരുന്ന കുറച്ച് 4 വാക്കുകളൊക്കെ എടുത്തിട്ട് എന്താണ്, സെൻറ്റൻസ് എടുത്തിട്ട് നമ്മൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ കൊടുത്തുള്ള സ്ഥലത്ത് എഴുതുക. അപ്പോൾ ഈസിയാണ് അല്ലേ, നമ്മൾ സ്റ്റോറി ഒന്ന് വായിച്ചാൽ മതി, ഇഷ്ടം പോലെ നമുക്കതിൽ നിന്ന് കിട്ടും. എന്താ, കുഞ്ഞു സെൻറ്റൻസുകൾ എടുത്തിട്ട് കൂട്ടുകാരെന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. എക്സാമ്പിളിന് വേണമെങ്കിൽ 2-3 ഞാനിവിടെ തരാം. പക്ഷേ കൂടുതൽ സെൻറ്റൻസ് നിങ്ങൾ എന്തായാലും ടെക്സ്റ്റ് ബുക്ക് സ്റ്റോറി വായിച്ചിട്ട് കളക്ട് ചെയ്ത് എഴുതണം കേട്ടോ. ഐ വോണ്ട് ടു സ്റ്റേ ഹോം വിത്ത് യു. അവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്, വിത്ത് ഉണ്ട് അല്ലേ, എനിക്കെൻ്റെ കൂടെ അവിടെ എന്താണ്, ഹോമിൽ തന്നെ നിന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. ഐ വാണ്ട് ടു പ്ലേ വിത്ത് മൈ ടോയ്സ്, എനിക്ക് എന്തുമായിട്ട് കളിച്ചാൽ മതി, എൻ്റെ ടോയ്സുമായി, വിത്ത് മൈ ടോയ്സുമായി കളിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട്. ഹി ടേൺ ടു ഹിസ് മദർ ആൻഡ് ഗ്രിൻഡ്. ഹി ടേൺ ടു ഹിസ് മദർ, അവിടെ എന്ത് ചെയ്തു, ടു ഉണ്ട്. അങ്ങനെ ഇതുപോലെയുള്ള അത് ഒരു 3 ഞാൻ ഇഷ്ടംപോലെ നമ്മളെ സ്റ്റോറിയിലുണ്ട്. അപ്പോൾ കുട്ടി നോക്കിയിട്ട് ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ എടുത്തിട്ട് എഴുതുക. ഓക്കെ,
ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ആക്ടിവിറ്റി 10 ആണ്. അപ്പം ആക്ടിവിറ്റി 10 എന്താണ്? Here is a conversation between Chester Raccoon and his class teacher. Read and supply the missing word. അപ്പോൾ ഒരു കോൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിലെന്താ പറഞ്ഞിട്ടുള്ളത്? ആര് തമ്മിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ള കോൺവെർസേഷന്? ചെസ്റ്റർ റക്കൂണും ആൻഡ് ക്ലാസ് ടീച്ചറും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് അല്ലേ? കോൺവെർസേഷനാണ്. അപ്പോൾ റീഡ് ആൻഡ് സപ്ലൈ ദ മിസ്സിങ് വേർഡ്. അപ്പോൾ അതിൽ കുറച്ച് വേർഡ്സ് മിസ്സായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തൊട്ട് മുന്നേ പഠിച്ച ആക്ടിവിറ്റിയിലുള്ള വേർഡ്സാണ് മിസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതാണ് അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് അത് ഫില്ല് ചെയ്യാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ്? വിത്ത് ഉണ്ട്, ടു, ഫ്രം, ഇൻ, ഈ 4ഉമാണ് മിസ് ചെയ്തിട്ടുള്ളത്. ഒരു വലിയൊരു കോൺവെർസേഷനാണ്. അതെന്താ ശ്രദ്ധിച്ച് വായിക്കുക. അതുപോലെ ഏതാണ് അവിടെ വേണ്ടത് വെച്ചാൽ അവിടെ ഫില്ല് ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം അല്ലേ? ഫസ്റ്റ് വൺ എന്താണ്? ടീച്ചറാണല്ലേ പറയാം. ടീച്ചർ, ഗുഡ് മോർണിംഗ്, കുഡ് യു ടെൽ മീ യുവർ നെയിം? കുഡ് യു ടെൽ മീ യുവർ നെയിം. അപ്പോൾ ഗുഡ് മോർണിംഗ്, നീ എന്താണ്? കുഡ് യു ടെൽ മീ യുവർ നെയിം, എന്നോട് നിൻ്റെ പേര് പറയുമോ എന്നാണ് ചോദിച്ചത്. ചെസ്റ്റർ, ഗുഡ് മോർണിംഗ് ടീച്ചർ, ഐ ആം ചെസ്റ്റർ റക്കൂൺ. ഓക്കെ, നമുക്കറിയാം. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഓക്കെ, ഐ ആം ചെസ്റ്റർ റക്കൂൺ. ടീച്ചർ, വേർ ആർ യു ഫ്രം? വേർ ആർ യു ഫ്രം. അപ്പോൾ എന്താണ്? നീ എവിടെ നിന്നാണ് വരുന്നത്? ചെസ്റ്റർ, ഐ ആം ഡേസ് ദ ഫോറസ്റ്റ് ഇൻ എ നൈസ് പ്ലേസ്. അപ്പം ഞാൻ വരുന്നത് എവിടെ നിന്നാണ് എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ അവിടെ എന്താണ്? ഐ ആം ഫ്രം ദ ഫോറസ്റ്റ്. എവിടെ നിന്നാണ്? ഒരു സ്ഥലത്ത്, ഇന്ന സ്ഥലത്ത് നിന്നാണ്. അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഫ്രം ആണ് എഴുതേണ്ടത് കേട്ടോ. ഫ്രം ദ ഫോറസ്റ്റ്, ഇറ്റ്സ് എ നൈസ് പ്ലേസ്. ടീച്ചർ, വെൽ, വാട്ട് ഡു യു ലൈക്ക് ടു ഡു? ഡേസ് ദ ഫോറസ്റ്റ്. ബ്ലാങ്ക് ആണ്. അപ്പം നമ്മൾ എന്താണ്? വാട്ട് ഡു യു ലൈക്ക് ടു ഡു, നിനക്ക് എന്താണ് ചെയ്യാൻ ഇഷ്ടം? ഫോറസ്റ്റ്, ദ ഫോറസ്റ്റ്, ഫോറസ്റ്റിൽ. അപ്പോൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ എന്നുള്ളതിന് നമ്മൾ എന്താ ചേർക്കേണ്ടത്? ഓക്കെ, വെരി ഗുഡ്. ഇന്ന അല്ലേ? നമ്മൾ ഇന്ന ആഡ് ചെയ്യണം. അപ്പോൾ ഇൻ ദ ഫോറസ്റ്റ്. ചെസ്റ്റർ, ഐ ലൈക്ക് ടു പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ് ഇൻ ദ ഷെയ്ഡ് ഓഫ് ട്രീസ്. അപ്പോൾ എന്താണ്? ചെസ്റ്റർ എന്താ പറഞ്ഞിട്ടുള്ളത്? എനിക്ക് ഈ മരങ്ങളുടെ ഇടയിലും അതിൻ്റെ ഷെഡിലൊക്കെ ഇരുന്ന് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. ടീച്ചർ, ദാറ്റ് മസ്റ്റ് ബി ഫൺ. അതൊരു ഫണ്ണായിട്ടുള്ള കാര്യമാണ്, നല്ല രസമായിരിക്കുന്നു. വിച്ച് ഗെയിം ഡു യു ലൈക്ക് ടു മോസ്റ്റ്? നിനക്ക് ഏത് ഗെയിമാണ് ഏറ്റവും കൂടുതൽ കളിക്കാൻ ഇഷ്ടം? ചെസ്റ്റർ, ഐ ലൈക്ക് പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക്. എനിക്ക് ഒളിച്ച് കളിക്കുന്ന കളിയുണ്ടല്ലോ, അതാണ് ഇഷ്ടം. പിന്നെന്താണ്? ബ്ലാങ്ക് മൈ ഫ്രണ്ട്സ്. ഫ്രണ്ട്സിൻ്റെ കൂടെ എന്ന് വരുന്നതിന് എന്താണ് നമ്മൾ പറഞ്ഞത്? നോക്കൂ. ഓക്കെ, വിത്ത്. അപ്പോൾ ഐ ലൈക്ക് പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക് വിത്ത് മൈ ഫ്രണ്ട്സ്. ടീച്ചർ, ദാറ്റ്സ് ഗ്രേറ്റ് ചെസ്റ്റർ, വെൻ വിൽ യു ഗോ? പിന്നെ ബ്ലാങ്ക് യുവർ ഹൗസ്. അപ്പോൾ എങ്ങനെയാണ്? ഓക്കെ, അപ്പം നമ്മൾ എന്താ ചോദിച്ചിട്ടുള്ളത്? ടീച്ചർ, നീ എങ്ങനെയാണ് വീട്ടിലേക്ക് പോകുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ എങ്ങനെ നമ്മൾ എഴുതും? എങ്ങനെ എഴുതും? വെൻ വിൽ യു ഗോ ടു, അല്ലേ? ടു യുവർ ഹൗസ്. എങ്ങനെയാണ് പോകേണ്ടത്? എവിടെ? വീട്ടിലേക്ക്. അങ്ങനെയൊക്കെ വരുമ്പോൾ സ്കൂളിലേക്ക്, ടു സ്കൂൾ, ടു യുവർ ഹൗസ്. അപ്പോൾ നമ്മളവിടെ 2 ആണ് ചേർക്കേണ്ടത്. വെൽ, ഐ ഗോ ടു മൈ ഹൗസ് ആഫ്റ്റർ 3 days. അപ്പോൾ 3 ദിവസത്തിന് ശേഷമാണ് പോകുന്നത്. ടീച്ചർ, ഓക്കെ, താങ്ക്സ്, വിൽ മീറ്റ് അഗെയിൻ. നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞിട്ട് കോൺവെർസേഷന് അവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ 4 വേർഡ്സ് പ്രത്യേകം ശ്രദ്ധിക്കാൻ, മീനിങ് അതുപോലെ എവിടെയാണ് അത് ചേർക്കേണ്ടത് എന്നുള്ളത് ഒന്ന് നന്നായി ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. ആക്ടിവിറ്റി 11 ആണ്. ദ ഫോളോയിങ് ഈസ് ദ ഡയറി എൻട്രി ഓഫ് ഐനോ. ദർ ആർ സം എറർ ഇൻ ഇറ്റ്. റീഡ് ആൻഡ് എഡിറ്റ് ഇറ്റ്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? അവിടെ ഒരു ഡയറി കൊടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് തെറ്റുകൾ, എറർ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് വായിച്ചിട്ട് അത് കറക്റ്റ് ചെയ്യുക. അപ്പോൾ ഈ നേരത്തെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ മാറ്റങ്ങൾ വരുത്താനാണ്. അപ്പോൾ എന്താണ് മാറ്റങ്ങൾ എന്നാണ് എഴുതി ചേർക്കേണ്ടത്. ഓക്കെ, നമുക്കൊന്ന് വായിച്ച് നോക്കാം അല്ലേ? ഫസ്റ്റ് തന്നെ എന്താണ്? ഐൻ്റെ അടിയിൽ തന്നെ ഒരു കറക്റ്റ് ചെയ്യാനുണ്ട് അല്ലേ? അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം, എന്നിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാം. മീനിങ് പറഞ്ഞിട്ട് കറക്റ്റ് ചെയ്യാം. ഐ വെൻറ്റ് വിത്ത് എ സ്റ്റോർ ടു ബൈ സം ഫ്രൂട്ട്. ഐ സോ എ ബിഗ് ഓറഞ്ച് ടു ദ ഷെൽഫ് ആൻഡ് ഡിസൈഡഡ് ടു ബൈ ഇറ്റ്. ഐ മെറ്റ് മൈ ഫ്രണ്ട്സ്
friend on the store. My friend invited me to go by the park and I went from her. We sat at the bench and ate the orange together. I threw the orange peel with the garbage. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ ആദ്യം എന്താണ് ഐൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ എന്താണ് മിസ്റ്റേക്ക്? അത് നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. അപ്പോൾ എന്താണ് ഓൾറെഡി എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുന്ന ഒരു ലെറ്ററാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അവിടുത്തെ എന്താണ്? സ്മോൾ ലെറ്ററാണ്. അപ്പോൾ അത് നമ്മൾ തിരുത്തണം. അപ്പോൾ അവിടെ ക്യാപിറ്റൽ ലെറ്ററാണ്. അതാണ് അവിടെയുള്ള മിസ്റ്റേക്ക്. അപ്പോൾ നമ്മൾ കറക്റ്റ് ചെയ്തു. വെൻറ്റ് എന്നുള്ളത് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആക്കി. തന്നെ വിത്ത് എ സ്റ്റോർ ടു ബൈ സം ഫ്രൂട്ട്സ് എന്നാണ്. അപ്പോൾ ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എവിടേക്കാണ് പോകുന്നത്? സ്റ്റോറിലേക്കാണ്. അപ്പോൾ സ്റ്റോറിൻ്റെ തൊട്ട് മുന്നാടെ വിത്താണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു പ്രത്യേക സ്ഥലത്തിലേക്ക് നമ്മൾ പ്ലേസിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ എന്താണ് ചേർക്കേണ്ടത്? വിത്ത് അല്ലല്ലേ വേണ്ടത്. അപ്പോൾ ഓക്കെ, കുട്ടികൾക്ക് അറിയാം, എനിക്കറിയാം. അപ്പോൾ എന്താണ്? വിത്ത് അല്ല, അവിടെ എന്താണ്? ടു ആണ് അല്ലേ. അപ്പോൾ അവിടെ ടു. അപ്പോൾ ഓക്കെ, വെൻറ്റ് ടു ഈ സ്റ്റോർ ടു ബൈ സം ഫ്രൂട്ട്. അങ്ങനെ ഫ്രൂട്ട് വാങ്ങാൻ വേണ്ടി നമ്മൾ സ്റ്റോറിലേക്കാണ് പോകുന്നത്. സോ എ ബിഗ് ഓറഞ്ച് ടു ദ ഷെൽഫ്. എന്താ പറഞ്ഞാൽ സോ എ ബിഗ് ഓറഞ്ച്, ഞാനൊരു വലിയ ഓറഞ്ച് കണ്ടു. ടു ദ ഷെൽഫ് ആൻഡ് ഡിസൈഡഡ് ടു ബൈ ഇറ്റ്. അങ്ങനെ വലിയൊരു ഓറഞ്ച് കണ്ടു. അത് എനിക്ക് ഷെൽഫിൽ കണ്ട അതിനെന്താണ് ഞാൻ വാങ്ങാൻ തീരുമാനിച്ചു എന്നാണ്. അപ്പോൾ എന്താണ് അവിടെ എന്താണ്? ടു ആണ് കൊടുത്തിട്ടുള്ളത്. എന്താണ്? ബിഗ് ഓറഞ്ച് ടു ദ ഷെൽഫ്. അപ്പോൾ ഷെൽഫിൻ്റെ ഉള്ളിൽ എന്നുള്ളതിന് നമ്മളെന്താണ്? അപ്പോൾ ഒരു ഷെൽഫിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഓറഞ്ചാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അവിടെ ടു അല്ല. അപ്പോൾ അവിടെ എന്താണ് വേണ്ടത്? ഓണാണ് അല്ലേ. സോ എ ബിഗ് ഓറഞ്ച് ഓൺ ദ ഷെൽഫ് ആൻഡ് ഡിസൈഡഡ് ടു ബൈ ഇറ്റ്. മെറ്റ് മൈ ഫ്രണ്ട് ഓൺ ദ സ്റ്റോർ. അങ്ങനെ സ്റ്റോറിൽ വെച്ച് ഞാൻ എന്ത് ചെയ്തു? എൻ്റെ കൂട്ടുകാരെ കണ്ടു. അവരെ കണ്ടുമുട്ടി എന്നാണ് പറഞ്ഞത്. അവരെ മീറ്റ് ചെയ്തു. അപ്പോൾ എന്താണ്? മെറ്റ് മൈ ഫ്രണ്ട് ഓൺ ദ സ്റ്റോർ. അപ്പോൾ അവിടെ ഓണാണോ വേണ്ടത്? അല്ലല്ലോ. എവിടെ വെച്ചാണ് കണ്ടെത്തിയത്? ഓണല്ല അവിടെ വേണ്ടത്. നമ്മൾ സ്റ്റോറിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമ്മൾ എന്ത് വേണം അവിടെ? സ്റ്റോറിൽ വെച്ചാണ്. അപ്പോൾ അവിടെ ഇന്നാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്? മെറ്റ് മൈ ഫ്രണ്ട് ഇൻ ദാറ്റ് സ്റ്റോർ. സ്റ്റോറിൽ വെച്ച് ഞാൻ എൻ്റെ ഫ്രണ്ടുകളെ മീറ്റ് ചെയ്തു. മൈ ഫ്രണ്ട് ഇൻവൈറ്റഡ് മീ ടു ഗോ ബൈ ദ പാർക്ക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ എന്താണ്? രണ്ട് മിസ്റ്റേക്ക് കൊടുത്തിട്ടുണ്ട്. മൈ ഫ്രണ്ട് അവിടുത്തെ തെറ്റെന്താ? നമുക്ക് എളുപ്പമാണല്ലേ. അവിടെ ക്യാപിറ്റൽ, നമ്മളൊരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്, അവിടെ എന്താണ്? സ്മോൾ ലെറ്ററാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? സ്മോൾ ലെറ്റർ മാറ്റി ക്യാപിറ്റൽ ലെറ്റർ ആക്കുക. അവിടെ അത്രയേ ഉള്ളൂ മിസ്റ്റേക്ക്. നെക്സ്റ്റ് എന്താണ്? മൈ ഫ്രണ്ട് ഇൻവൈറ്റഡ് മീ ടു ഗോ ബൈ ദ പാർക്ക്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഇൻവൈറ്റ് ചെയ്തു. എവിടെ പോകാനാണ്? അവിടെ ടു ആണ് കേട്ടോ. ടു ദ പാർക്ക്, പാർക്കിലേക്ക് എന്നാണ്. നമ്മൾ ഒരു സ്ഥലത്തിലേക്ക് നമ്മളിപ്പോൾ നേരത്തെ പഠിച്ചു. ടു ആണ് അവിടെ ചേർക്കേണ്ടത്. വെൻറ്റ് ഫ്രം ഹെർ എന്നാണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തു. വെൻറ്റ് ഫ്രം ഹെർ എന്നാണ്. അപ്പോൾ അവിടെ ഫ്രം ആണോ അല്ലേ? നമ്മളെന്താണ്? നമ്മളെ ഫ്രണ്ടിൻ്റെ കൂടെ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് വേണം? വിത്ത്. അപ്പോൾ എന്താണ്? വെൻറ്റ് വിത്ത് ഹെർ. ഇനി നെക്സ്റ്റ് നോക്കൂ. വി സാറ്റ് അറ്റ് ദ ബെഞ്ച്. അപ്പോൾ അവിടെ നമുക്ക് വീണ്ടും അറിയാം അല്ലേ. വി സാറ്റ് അറ്റ് ദ ബെഞ്ച് ആൻഡ്. അപ്പോൾ അവിടെ എന്താണ്? വി സാറ്റ്. വി അവിടെ എന്താണ്? അവിടെ ക്യാപിറ്റൽ ലെറ്ററാണ്. അപ്പോൾ വി സാറ്റ് അറ്റ് ദ ബെഞ്ച്. അറ്റ് ദ ബെഞ്ച് എന്നാണോ പറയുക? അല്ലല്ലേ, നമ്മൾ ബെഞ്ചിന്മേലാണ് ഇരിക്കുക. അവിടെ അറ്റല്ല, ഓണാണ്. അപ്പോൾ വി സാറ്റ് ഓൺ ദ ബെഞ്ച് ആൻഡ് ഏറ്റ് ദ ഓറഞ്ച് ടുഗദർ. നെക്സ്റ്റ് സെൻറ്റൻസ്. ത്രൂ ദ ഓറഞ്ച് പീൽ വിത്ത് ദ ഗാർബേജ്. അങ്ങനെ എന്താണ്? ഞാൻ ഓറഞ്ചിൻ്റെ തോല് എടുത്തിട്ട് പീൽ ചെയ്ത് എടുത്തിട്ടു എന്നാണ് പറയുന്നത്. എവിടെ ഇട്ടു? എന്തിലും ഗാർബേജ് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? ആണ്. ഓൾറെഡി എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ.
അപ്പോൾ ഐ എന്താണ്? ഐ ക്യാപിറ്റൽ ലെറ്ററാണ് എഴുതേണ്ടത്, അവിടെ സ്മോൾ ലെറ്ററാണ്. അത് എല്ലാവരും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അങ്ങനെ ഐ ത്രൂ ദ ഓറഞ്ച് പീൽ വിത്ത് ദ ഗാർബേജ്. അപ്പോൾ നമ്മൾ എന്താണ് ഓറഞ്ചിൻ്റെ പീൽ എന്താണ് തോല് നമ്മൾ ഇട്ടു എന്ന് ഗാർബേജിലേക്ക് ഇട്ടു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗാർബേജിൻ്റെ ഉള്ളിലേക്ക് എന്നാണ് വരേണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ ചേർക്കേണ്ടത് വിത്ത് അല്ല, വിത്ത് ഈസ് ഫോൾട്ട്. അപ്പോൾ നമ്മൾ എന്താണ് ചേർക്കേണ്ടത്? ഗാർബേജിൻ്റെ ഇൻ ടു ഉള്ളിലേക്ക്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇടുന്നതിന് എന്താണ് ചേർക്കേണ്ടത്? ഓക്കെ അപ്പോൾ ഇൻ ടു ദ ഗാർബേജ്. അപ്പോൾ ഐ ടു ദ ഓറഞ്ച് പീൽ ഇൻ ടു ദ ഗാർബേജ്. അപ്പോൾ ഇത്രയാണ് നമ്മളെ എഡിറ്റിങ്. അപ്പോൾ നമ്മൾ ഈ ഡയറി എന്താണ് കറക്റ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് ഡയറി കറക്റ്റ് ചെയ്തതൊന്ന് ചെക്ക് ചെയ്യൂ. ഞാനൊന്ന് വായിക്കാം. കുട്ടികൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയതൊന്ന് കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഐ വെൻറ്റ് ടു എ സ്റ്റോർ ടു ബൈ സം ഫ്രൂട്ട്സ്. ഐ സോ എ ബിഗ് ഓറഞ്ച് ഓൺ ദ ഷെൽഫ് ആൻഡ് ഡിസൈഡഡ് ടു ബൈ ഇറ്റ്. ഐ മെറ്റ് മൈ ഫ്രണ്ട്സ് in that store. My friend invited me to go to the park and I went with her. We sat on the bench and ate the orange together. I threw the orange peel into the garbage. അപ്പോൾ ഓക്കെ, നമ്മൾ ഇത്രയും ആക്ടിവിറ്റീസാണ് ഇന്ന് ഫില്ല് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യുക? ബാക്കിയുള്ള ആക്ടിവിറ്റീസുമായിട്ട് മറ്റൊരു ക്ലാസ്സിൽ വരിക. അപ്പോൾ തുടർന്നും ആക്ടിവിറ്റീസുകൾ വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക? പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക. ഓക്കെ, ബൈ. ഇനി ഞാൻ ഒന്നുകൂടെ ഇവിടെ കൊടുക്കാനുള്ള കാര്യങ്ങൾ ഒന്നിച്ച് ഏതൊക്കെയാണ് നമ്മൾ മാറ്റിയതെന്ന് കൊടുക്കാം. ഓക്കെ, നമ്മളപ്പോൾ എന്തൊക്കെയായിരുന്നു എഡിറ്റ് ചെയ്തത്? ഐ ക്യാപിറ്റൽ ലെറ്റർ ആക്കി, ടു ഓൺ ഇൻ മൈ ഓൾ ക്യാപിറ്റൽ ലെറ്റർ, ടു വിത്ത് വി ഓൺ ഐ ഇൻ ടു. ഓക്കെ, ബൈ.